നമുക്ക് ഇന്ന് ഒരു സ്പ്ലെൻഡർ പ്ലസ് വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാം. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഈ അടുത്ത് ഇഞ്ചിനൊക്കെ പടന്ന വണ്ടിയാണ്. ചെയിൻ സ്പോക്കറ്റ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അവർ സർവീസ് എഞ്ചിൻ പണിതിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ് സമയം ആയി. അപ്പോൾ എന്തായാലും ചെയിൻ സ്പോക്കറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്തേക്കാം. അതിന് തന്നെ ഇവിടെ ഈ ഞെട്ട് ബോൾട്ടിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ഓയിലിട്ട് കൊടുക്കും. ഓയിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അഴിക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബ്രേക്കിൻ്റെ ഇവിടെയൊക്കെ പിന്നെ വർക്കിംഗ് ലൂബ്രിക്കേഷനും കിട്ടുമല്ലോ. രണ്ട് കാര്യങ്ങൾ നടക്കും. അതൊക്കെ ഒന്ന് ആദ്യം അഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അഴിക്കുമ്പോൾ ഒരു പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. തുണിക്കളയാം. അതിൽ കാണുന്ന നെട്ടുകളൊക്കെ ഒന്ന് ലൂസാകും. ചില വണ്ടികളിലൊക്കെ നെട്ടുകളൊക്കെ അഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചൈനീസിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഓയിൽ ഇടുക. കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടും. അതിന് തന്നെ ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ വണ്ടി നമ്മൾ കയറ്റിയിട്ട് ലൂസാക്കാൻ നിൽക്കേണ്ട. താഴത്തൊരു 13 അല്ലെങ്കിൽ 12 ഇട്ടായിരിക്കും അത് ലൂസാക്കിയത്. ഇത് അഴിക്കുമ്പോഴും മുറുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഇത് മുറുക്കാനൊക്കെ മറന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇതിലുള്ള റബ്ബർ ബുഷുകളൊക്കെ പോയി കിടങ്ങാൻ ഇതിൽ തന്നെ പോയാൽ തന്നെ ചെയിൻ കംപ്ലൈൻ്റ് ആയി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. എൻ്റെ നാല് ചെയിൻ കവറിൻ്റെ 4 ബോൾട്ട് ഉണ്ട്. അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലൂസാക്കാം. ശേഷം ചെയിൻ കവറുകളൊക്കെ മൂരി മാറ്റുക. അതിനുശേഷം ഈ ഗിയർ ലിവറിൻ്റെ ബോൾട്ടിൻ്റെ സൈഡ്
ഈ ഉണ്ട് അതിൻ്റെ സൈഡിലെ ബോൾട്ടുകളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ബോൾട്ട് ഉണ്ട്. ഓരോ ബോൾട്ട് അടിയിലെ ബോൾട്ട് ആ ബോൾട്ട് വെച്ച് നല്ല അഴുക്കാണ് അതിനകത്ത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇവിടെ സ്പോക്കറ്റ്, ഇതാണ് ചെയിൻ സ്പോക്കറ്റ്. ഈ സ്പോക്കറ്റ് ഇവിടെ ഒന്ന് കാണാൻ പറ്റില്ല. ഈ സ്പോക്കറ്റ് ലൂസ് ചെയ്യണം. ഇത് കാണണം സ്പോക്കറ്റിൻ്റെ ഞെട്ടുകൾ ചെറുത്. അത് ഒരു ലോക്കിലാണ് പിടിപ്പിക്കണം. സൈഡിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ലിപ്പ് ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ ഉരുപ്പ് വരും. സോക്കറ്റുകളൊക്കെ പോയി കണ്ട, ഇതൊക്കെ വളഞ്ഞിരിക്കണേ. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ലോക്കുണ്ട് ചെയിൻമേൽ. ഇതാണ് ലോക്ക്. ഈ ലോക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് അമർത്തിക്കാൻ ഊരിപ്പോരും. ഇങ്ങനെ ഊരി മാറ്റും, ചെയിനിങ്ങനെ വിട്ടുപോരും. അതൊക്കെ തേഞ്ഞായ ഇതായിപ്പോയി, കംപ്ലൈൻ്റ് ആയി. പിന്നെ ഇവിടെ 24 ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടും ലൂസ് ചെയ്യാം. ഇത് ഓൾറെഡി ഇതിൻ്റെ ബെയറിങ്ങും പോയിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ആഫാക്സിൻ്റെ ത്രെഡ്, ആഫാക്സിൻ എന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അത് മാറേണ്ടത്. ത്രെഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ മുറുക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അത് കൂടി മാറിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ക്ലീൻ ചെയ്യണത്. ബ്ലേഡ് എന്നിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ഒന്ന് കളയണം. അല്ലെങ്കിൽ പുതിയ ചെയിൻ ഇടാൻ നേരത്തെ അതിലോട്ട് ഈ മണ്ണൊക്കെ പറ്റിപ്പിടിക്കും. ഇപ്പോൾ ചെയിൻ പോക്കറ്റിന് തേയ്മാനം കൂടും. അത് വരാതിരിക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആക്കും.
ഇതാണ് പുതിയ സ്പോക്കറ്റ്. പുതിയ സ്പോക്കറ്റ്, ഫ്രണ്ട് സ്പോക്കറ്റ്, ബാക്കിൽ സ്പോക്കറ്റ്. രണ്ട് സ്പോക്കറ്റ് ഇവിടെ അതിങ്ങനെ ഇടുക. ഇതിലെ കൂടി ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് ഉണ്ടാവും. ഇതിലൂടെ ഇട്ടതിന് ശേഷം ലോക്കെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചാൽ ആ ഞെട്ടിൻ്റെ വശത്തോട്ട് തിരിച്ചു കൊടുക്കും. നേരത്തെ അഴിച്ച പോലെ തന്നെ തിരിച്ച് അതേപോലെ തന്നെ വിടും. ഇത് മെഷീനൊക്കെ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പാൻഡർ വെച്ച് തന്നെ മുറിക്കണം. ഒരു നല്ലോണം നന്നായിട്ട് മൂർക്കണം. ഇത് ആ കംപ്ലൈൻ്റ് ആയി പോകുന്ന കുഷബറല്ലേ, റബ്ബറാണ്. ആ റബ്ബർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചെയിൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയിൻ പുതിയ റബ്ബർ ഇടണേ. ഇതൊക്കെ ഇങ്ങനെ 2 പീസായിട്ട് പോയതുകൊണ്ട് ഇതുപോലെ തന്നെ ഇത്രയും ഹോള് ഇത്ര വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ ഹോള് ചെറുതായിരിക്കും, ഇത് വലിപ്പം കൂടിച്ചോ ഹോളിന്. വലിപ്പം കഴിഞ്ഞാൽ ചെയിൻ അടിച്ചുകൊണ്ടിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വീറുന്നത്. ഈ കാണുന്ന കട്ടയാണ് ഇതിൻ്റെ ഹോളിലോട്ട് പോകണത്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരു പ്ലേ പോലെ ഉണ്ടാവില്ല. ഈ പഴയ റബ്ബറാണെങ്കിൽ പ്ലേ വരും. പ്ലേ വന്നാൽ ചെയിൻ സ്പോക്കറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. മിക്കവരൊക്കെ നോക്കൂല, ശ്രദ്ധിക്കണം ഇടുമ്പോൾ. നമുക്ക് ഫ്രണ്ടിലെ ബാക്കിലെ സ്പോക്കറ്റും കൂടി മാറാം. ഇതൊന്ന് കഴിഞ്ഞ് ആകെ ഇതായിപ്പോയി. വെറുതെ ഇങ്ങനെ വെക്കാനുള്ളൂ. കറക്റ്റായിട്ട് ഇട്ടിട്ട് ടൈറ്റാക്കിയോ. ഈ പ്ലാസ്റ്റിക് ഒക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. ഇതുപോലത്തെ പഴയ പ്ലാസ്റ്റിക് ഇതെല്ലാം ഒരു ബോക്സിലാക്കി കോർപ്പറേഷൻകാർക്ക് കൊടുക്കണം. നമ്മൾ നിലത്തിടരുത്, പ്രകൃതിക്ക് ദോഷമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്നും വഴിയിലെറിയാതെ എല്ലാം ഒരു കവറിലാക്കി കോർപ്പറേഷൻകാർക്ക് കൊടുക്കണം. പഴയ ഫ്ലാക്സിൽ കാരണം മാറിയിട്ടുണ്ട്.
പുതിയ ഇട്ട് നല്ല മുറുക്കാൻ പറ്റുള്ളൂ. ഇട്ട് ഇളക്കം കുറച്ച്. ഇതാണ് പുതിയ ചെയിൻ. ഇത് നമ്മൾ അഴിച്ച പോലെ തന്നെ ഇതിനകത്ത് ലോക്കുണ്ട്. ആ ലോക്ക് റിമൂവ് ചെയ്ത് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് ഊരിപ്പോകും. ചെറിയ ലോക്കാണ്. ലോക്ക് ഇതിൽ കൂടി കയറ്റിടുക. ചെയിനെത്താവുന്ന ഇതുപോലെ ബാക്കിലോട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. മുട്ടിൻ്റെ പൊക്കത്തുള്ള ചെയിൻ്റെ മുകളിൽ കാണുന്ന പ്ലേറ്റ് ഇതിലിട്ട ശേഷം പിന്നെ ലോക്ക് പഴയ പോലെ തന്നെ ചെറുതായിട്ട് അമർത്തി കൊടുത്തായി ലോക്കായി. ലോക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട്. ഇതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പൊടി തന്നെയാണ്. അല്ലെങ്കിൽ ബ്രേക്ക് കൊട്ടുമ്പോൾ ബ്രേക്ക് കിട്ടില്ല. ചെറിയ പേപ്പർ ഇട്ടിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കും. നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു. ഇതാണ് ബ്രേക്കിൻ്റെ ഷൂ. അതൊന്ന് പേപ്പറിട്ടൊന്ന് പിടിച്ചോ. കറക്റ്റായിട്ട് അതിൻ്റെ ഹോളിലോട്ട് കയറ്റിയിടും. ഇത് ആക്സിഡൻറ്റ് ഓയിലൊക്കെ ഇട്ടിട്ട് കയറ്റി. ഇവിടെ ഒരു ബുഷുണ്ട്. ആ ബുഷ് അത് ഇവിടെ സൈഡിൽ
കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യണ അഡ്ജസ്റ്ററാണ് അത്. ഇപ്പുറത്ത് അതും പിടിപ്പിക്കും. ഇതിൻ്റെ ഗ്യാപ്പിൽ റബ്ബറിൻ്റെ ഒരു ബുഷുണ്ട്. ആ ബുഷ് ഇട്ടില്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഓട്ടുമ്പോൾ ശബ്ദം വരും. പിന്നെ ബ്രേക്കിൻ്റെ റോഡും പിടിപ്പിക്കും. കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ സൈഡിൽ നമ്പറുകളുണ്ട്. ആ നമ്പർ അനുസരിച്ച് ഇതിന്മേലൊരു വെട്ടുണ്ട്. ആ വെട്ടും നമ്പറും ഒരേപോലെ രണ്ട് സൈഡിലും ഒരേപോലെ ആകണ രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ടയർ വെട്ടിച്ചതിൽ ചെയിൻ കംപ്ലൈൻ്റ് ഒക്കെ ആകും. ചെയിൻ ടൈറ്റാക്കാൻ നേരത്ത് ഇവിടെ ചെറിയൊരു പ്ലേ വേണം. ചെറിയൊരു പ്ലേ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഫുൾ ടൈറ്റാക്കി വെക്കുന്നത്. കറക്കുമ്പോൾ എല്ലായിടത്തും ചെറിയ പ്ലേ വേണം. പ്ലേ ഇല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആകും. പിന്നെ അതുകൂടാതെ ഓടിക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും. വണ്ടിയുടെ സ്മൂത്ത്നെസ് പോകും. ശേഷം എല്ലാ ബോൾട്ടുകളും ടൈറ്റാകും. ചെക്ക് ചെയ്ത് ഇതിനകത്ത് ചെറുതായിട്ട് ഈ ഗ്രീസ് ഇട്ട് കൊടുക്കണം. ചെയിൻ പുതിയ മാറിയാലും ചെറുതായിട്ട് ഗ്രീസ് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ തേയ്മാനമൊക്കെ കുറയും, നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഈ കവറ് ഇതേക്കൂടി രണ്ട് ബോൾട്ട്, 8-ൻ്റെ ബോൾട്ടാണ്. ആ രണ്ട് ബോൾട്ടും
ചെയിൻ കവറിൻ്റെ അകമൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ, മണ്ണെണ്ണ ഉണ്ടാകാറ്. പിന്നെ ബാക്കിലൊരു ചെറിയൊരു ലോക്കുണ്ട്, ആ ലോക്ക് നോക്കിയിടും. ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വർക്ക്, ചെയിൻ മാറ്റണ വർക്ക് കഴിഞ്ഞു. ഇനി ഒന്ന് ഓടിച്ചു നോക്കാം. ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നല്ല സ്മൂത്തായി. ആ ഓടിച്ചേക്കോ അല്ലേ? ചെയിൻ സോക്കറ്റ് മാറിയ പിന്നെ അതിന് നല്ല സ്മൂത്തായി. കൊണ്ട് സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ടൊക്കെ പോയി വണ്ടി നല്ല സ്മൂത്തായി. ഈ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ഓക്കെ.